എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നീണ്ടകര, വെട്ടുതറ, ആൽത്തറ മൂട്, ചവറ പാലം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് നീണ്ടകര പാലം കഴിഞ്ഞാണ്. പാലം കഴിഞ്ഞ ഉടൻ തന്നെ അണ്ടർപാസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 പുതിയ പാലം ഉള്ളതിനാലാണ് സെപ്പറേറ്റ് ആയിട്ട് 2 അണ്ടർപാസുകൾ വരുന്നത്. 2 പാലത്തിൻ്റെയും ഇടയിൽ കൂടിയുള്ള പഴയ പാലം സർവീസ് റോഡായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു നിർമ്മാണം ഇവിടെ നടന്നിരിക്കുന്നത്. വലതു ഭാഗത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിനോട് അനുബന്ധമായിട്ടുള്ള ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലെയും ആറിവാളുകൾ ഉയർത്തി മധ്യഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കല്ലുംതാഴം മുതൽ നീണ്ടകര പാലം വരെയുള്ള വീഡിയോകൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഐകാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. പുതുതായി സ്ഥാപിക്കാനുള്ള വാട്ടർ പൈപ്പുകളും കൾവർട്ടുകളും റോഡിൻ്റെ ഒരു സൈഡിൽ ഇറക്കി വച്ചിരിക്കുന്നതായി കാണാം. കൊല്ലം ജില്ലയിൽ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻസ് കരാർ ഏറ്റെടുത്തിട്ടുള്ള റീച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള വർക്കുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വർക്ക് അല്പം സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏറെക്കുറെ നിരപ്പായിട്ടുള്ള പ്രദേശമാണ് കൂടുതലുമുള്ളത്. അപ്പോൾ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കാമായിരുന്നു. ശിവാലയുടെയും RDSൻ്റെയും വർക്ക് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ആദ്യം ഡ്രെയിനേജിൻ്റെ വർക്കും അണ്ടർപാസുകളുടെ വർക്കും പൂർത്തിയാക്കിയതിന് ശേഷം 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ ടാറിങ് കംപ്ലീറ്റ് ആക്കി വാഹനങ്ങൾ അതുവഴി കടത്തി വിട്ടതിന് ശേഷമാണ് മെയിൻ റോഡിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് വ്യത്യസ്തമായി പല ഭാഗങ്ങളിലും സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഒന്നും ചെയ്യാതെ തന്നെ മെയിൻ റോഡിൻ്റെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് വെട്ടുതറ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ആൽത്തറ മൂട് എത്തുന്നത് വരെ ഏകദേശം മെയിൻ റോഡിൻ്റെ വർക്കുകൾ 2 സൈഡിലും ഇടവിട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സർവീസ് റോഡ് ഇടവിട്ട് ചെയ്തിരിക്കുന്നത്. പല ഭാഗങ്ങളിലും ക്രാഷ് ബാരിയറുകൾ വിട്ടുവിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റുകളും എവിടെയൊക്കെ വരുമെന്ന് കറക്റ്റായിട്ട് ഇതുവരെയും പറയാറായിട്ടില്ല. നീണ്ടകര പാലം കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു എൻട്രി പോയിൻ്റ് വരേണ്ടതാണ്. അത് വെട്ടുതറ എത്തുന്നതിന് മുന്നേ ആയിരിക്കും.
ഇവിടെ നിന്നും നേരെ പോകുന്നത് ആൽത്തറ മൂടിലേക്കാണ്. ആൽത്തറ മൂടിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള 6 വാൾ ബ്ലോക്കുകളാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇറക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. റോഡിന് കുറുകെ പല ഭാഗങ്ങളിലും കൾവർട്ടുകൾ ഫിക്സ് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. അതിനുവേണ്ടി ട്രാഫിക് ഡീവിയേഷനുകൾ പല ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആൽത്തറ മൂട് നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ പകുതി ഭാഗത്തെ വർക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഉയരത്തിലും വീതിയിലുമുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെയോ മെയിൻ റോഡിൻ്റെയോ വർക്കുകളൊന്നും നടന്നിട്ടില്ല. കുറച്ച് 6 വാൾ ബ്ലോക്കുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ആൽത്തറ മൂട് അണ്ടർപാസിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. ഇവിടെയും മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ വർക്കാണ് നടക്കുന്നത്. അല്പം ഉയരത്തിലാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. അതിനുവേണ്ടി മണ്ണ് നിറയ്ക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ വർക്ക് നോക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് സർവീസ് റോഡുകൾ ചെയ്തിട്ടുണ്ട്, ചില ഭാഗത്ത് മെയിൻ റോഡ് ചെയ്തിട്ടുണ്ട്, ചില ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ വെച്ചിരിക്കുന്നു. ഒരു പ്രോപ്പർ അറേഞ്ച്ഡ് അല്ലാത്ത ഒരു മെത്തേഡിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെയെല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുകയില്ല. ആൽത്തറ മൂട് അണ്ടർപാസ് കഴിഞ്ഞ് നേരെ പോകുന്നത് ചവറ പാലത്തിനടുത്തേക്കാണ്. പുതിയ 2 പാലങ്ങളാണ് വരുന്നത്. പക്ഷേ പാലത്തിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു സൈഡിലെ പൈലിൻ്റെ വർക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത്.
ചവറ പാലത്തിൽ എത്തുന്നതിന് മുന്നേ വലത് സൈഡിൽ ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആറിവാളുകൾ എടുത്തു വയ്ക്കുന്ന വർക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും തിരിച്ച് നീണ്ടകര ഭാഗത്തെ ഇടത് സൈഡിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. വെട്ടുതറ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ക്രാഷ് ബാരിയറുകൾ പെയിൻറ്റിംഗ് വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആൽത്തറ മൂട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള ഇടത് സൈഡിലുള്ള സർവീസ് റോഡാണ് നിങ്ങൾ കാണുന്നത്.
ഇവിടെ നിന്നും നീണ്ടകര എത്തി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ചവറ പാലം മുതൽ ടൈറ്റാനിയം വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.